PSC പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിൽ സംഭവിച്ചത് വൻ സുരക്ഷാ വീഴ്ച. സുരക്ഷാ പരിശോധന നടത്താത്ത സോഫ്റ്റ്വെയറിലൂടെ ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തി. ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ സുരക്ഷാ പരിശോധന വേണമെന്ന റിപ്പോർട്ടുകൾ കമ്മീഷൻ അവഗണിച്ചുവെന്നും ആഭ്യന്തര വിജിലൻസിന്റെ കണ്ടെത്തൽ. KS അടക്കമുള്ള പരീക്ഷകളുടെ മൂല്യനിർണ്ണയം നടത്തിയത് IT ഓഡിറ്റ് നടത്താതെയാണ്, ഓൺ സ്ക്രീൻ മാർക്കിംഗ് വഴിയാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. സോഫ്റ്റ്വെയറിൽ സുരക്ഷാ പാളിച്ചകൾ മുൻപും ഉണ്ടായതായി അന്വേഷണ സംഘം പറയുന്നു. PSCയിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ ഹാക്കർമാർ ചോർത്തി ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചെന്നും കണ്ടെത്തി. ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ് അനുരു അശോകനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേർന്നത്. അനുരു, ഗുഡ് മോർണിംഗ്. PSCയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ്. അതിൻ്റെ ക്ഷമാപണമൊക്കെ വന്നു നിൽക്കുന്ന ഘട്ടത്തിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായ ക്രമക്കേടുകൾ അവിടെ നടന്നു, PSCയുടെ ജാഗ്രത കുറവുണ്ടായി എന്നല്ലേ? ഗുഡ് മോർണിംഗ് സേതു. സംസ്ഥാനത്ത് PSC നടത്തുന്ന ഏറ്റവും വലിയ പരീക്ഷകളായ പ്ലാനിംഗ് ബോർഡിലെ ചീഫ് തസ്തികകളിൽ പരീക്ഷാ ക്രമക്കേടുണ്ടെന്നും ഇക്കാര്യത്തിൽ വീഴ്ചകളുണ്ടായെന്നും ആദ്യമായി വാർത്തകൾ പുറത്തുവിട്ടത് ന്യൂസ് മലയാളമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 ചീഫ് തസ്തികകളിലേക്കുള്ള റാങ്ക് പട്ടികകൾ മരവിപ്പിക്കുകയും തുടർന്ന് 228 ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷ ഉത്തരക്കടലാസുകൾ പുനർമൂല്യനിർണ്ണയം നടത്താനും തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആഭ്യന്തര വിജിലൻസ് അന്വേഷണം PSC തന്നെ പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ നിമിഷം നമുക്ക് ഈ പ്രേക്ഷകരോട് മുന്നിൽ എത്തിക്കാനുള്ളത് ഇതിലെ വൻ വീഴ്ചകൾ തന്നെയാണ്. വലിയ അട്ടിമറിയാണ് മൂല്യനിർണ്ണയത്തിൽ ഉണ്ടായതെന്നുള്ളതാണ് ആഭ്യന്തര വിജിലൻസിൻ്റെ പ്രഥമ കണ്ടെത്തൽ. കാരണം ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയർ കൊണ്ടുവരുമ്പോൾ, ഈ ഒരു മൂല്യനിർണ്ണയത്തിലുള്ള സോഫ്റ്റ്വെയർ കൊണ്ടുവരുമ്പോൾ യാതൊരു സുരക്ഷാ പരിശോധനയും ഇല്ലാത്ത സോഫ്റ്റ്വെയറിലൂടെയാണ് ആസൂത്രണ ബോർഡിലെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിലെ ഉത്തരക്കടലാസുകൾ പരിശോധിച്ചത് എന്നുള്ളതാണ് പ്രഥമമായുള്ള കണ്ടെത്തൽ. കൂടാതെ PSCയിലെ യാതൊരു വെബ്സൈറ്റുകളിലും സോഫ്റ്റ്വെയറുകളിലും നാളിതുവരെയായിട്ട് IT ഓഡിറ്റ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് IT ഓഡിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനത്തിൻ്റെ സാങ്കേതികമായിട്ടുള്ള വശങ്ങൾ, സോഫ്റ്റ്വെയറുകൾ, അതുപോലെ തന്നെ നെറ്റ്വർക്ക് സംവിധാനങ്ങൾ, IT സംവിധാനങ്ങളൊക്കെ തന്നെ കൃത്യമായി സുരക്ഷിതമാണോ, അവ കൃത്യമായി പ്രവർത്തിക്കുന്നവയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഹാക്കിങ്ങിനിടയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇത്തരത്തിൽ IT ഓഡിറ്റിലൂടെ വ്യക്തമാക്കുക. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു IT ഓഡിറ്റ് ഈ പറയുന്ന PSCയുടെ ഒരു സെർവറുകളിലോ സംവിധാനങ്ങളിലോ ഇല്ല എന്നുള്ളതാണ്. ഈ ഓൺ സ്ക്രീൻ മാർക്കിംഗ് നടക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഒരു ക്രമക്കേട് നടക്കുമെന്നും, അല്ലെങ്കിൽ ഇത് സുരക്ഷിതമല്ല എന്നും, IT ഓഡിറ്റ് അടക്കമുള്ള സുരക്ഷാ പരിശോധനകൾ വേണമെന്നും പരീക്ഷാ വിഭാഗമടക്കം PSC കമ്മീഷനെ അറിയിച്ചിരുന്നെങ്കിലും ആ റിപ്പോർട്ടുകളൊക്കെ തള്ളിയതായിട്ടുള്ളതാണ് പ്രാഥമികമായിട്ട് ആഭ്യന്തര വിജിലൻസിൻ്റെ കണ്ടെത്തൽ. ഇക്കാര്യത്തിൽ ജീവനക്കാരുടെ മൊഴിയടക്കം വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. 2019 ഇത്തരത്തിൽ ഓൺ സ്ക്രീൻ മാർക്കിംഗ് PSC നടപ്പിലാക്കുന്നത്. കാരണം ഈ മാനുഷികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കൃത്രിമം അവിടെ ഉണ്ടാകുമെങ്കിൽ അത് തടയിടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവന്നത്. പക്ഷേ ഇതിൽ തന്നെ വലിയ ക്രമക്കേട് ഉണ്ടെന്നുള്ളതാണ് വിവരം. കൂടാതെ 2024 മെയ്യിലടക്കം PSCയുടെ ഔദ്യോഗിക ഇതിൽ പ്രൊഫൈൽ വഴി രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ ലോഗിൻ ID-കളടക്കം പാസ്വേഡ് അടക്കമുള്ള വിവരങ്ങൾ PSCയുടെ സെർവറിൽ നിന്ന് ഹാക്കർമാർ ചോർത്തി ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചതു എന്നുള്ള വിവരവും കൂടി ഈ പറയുന്ന ആഭ്യന്തര വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാലയളവിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു IT ഓഡിറ്റ് നടത്തണമെന്നുള്ള വിവരങ്ങൾ പരീക്ഷാ വിഭാഗം നൽകിയെങ്കിലും ആ നിർദ്ദേശങ്ങളും PSC തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും ആഭ്യന്തര വിജിലൻസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോഴും സർക്കാരിന് തൃപ്തിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സർക്കാർ ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശം മുഖ്യമന്ത്രി VD സതീശൻ തേടിയിരിക്കുകയാണ്. കാരണം ഒരു വിഷയത്തിൽ 2 അന്വേഷണം പോകുമ്പോൾ അത് പിന്നീട് ഒരു പക്ഷേ കോടതിയിൽ ചോദ്യം ചെയ്താൽ അത് സർക്കാരിന് തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രധാന സംശയം. കാരണം ഒരു പക്ഷേ PSC തന്നെ ഇക്കാര്യത്തിൽ കോടതിയെ സമീപിച്ചേക്കാം. കാരണം PSCയുടെ ഒരു രഹസ്യാന്വേഷണം അല്ലെങ്കിൽ രഹസ്യാത്മകത നിലനിർത്താൻ ഇത്തരത്തിലൊരു പുറത്തു നിന്നുള്ളൊരു ഏജൻസി വന്നാൽ ശരിയാകില്ല എന്നുള്ളതാണ് PSCയുടെ നിലപാട്. പക്ഷേ സർക്കാരിൻ്റെ നിലപാട് അങ്ങനെയല്ല. കാരണം ഈ PSCയുടെ സുതാര്യത നിലനിർത്താൻ, വിശ്വാസ്യത നിലനിർത്താൻ ഇത്തരത്തിലൊരു പുറത്തുനിന്നുള്ള ഒരു ഏജൻസി, സർക്കാർ സംവിധാനത്തിലുള്ള ഏജൻസി, അതൊരു പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണമോ വിജിലൻസ് അന്വേഷണമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക DGPയോ അല്ലെങ്കിൽ IG റാങ്കിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്നുള്ളതാണ് സർക്കാർ നിലപാട്. യൂത്ത് കോൺഗ്രസ് അടക്കം ഈ ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ നിലപാട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അറിയാൻ കഴിയും എന്നാണ് സേതു നമുക്ക് അറിയാൻ. ശരി, ഇപ്പം PSCയുമായി ബന്ധപ്പെട്ടുള്ള അവിടെ നടക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.